വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ചന്ന അഥവാ ചിക്പി അല്ലെങ്കിൽ വെള്ളക്കടല. അതുകൊണ്ട് എങ്ങനെ കറി വെക്കാം നമുക്ക് നോക്കാം. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ 1 കപ്പ് ചന്ന ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതൊരു കുക്കറിലേക്കാക്കി 1.5 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് ചന്നയ്ക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് നമുക്ക് 5 വിസിലിന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 4 വിസിൽ ലോ ഫ്ലെയിമിലും. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 7 മുതൽ 8 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു 2 മീഡിയം സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്തൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ല ഉടഞ്ഞ് വരുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചന്ന റെഡിയായി കഴിഞ്ഞു. തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന്ന ചേർത്ത് കൊടുത്ത് നല്ലൊരു മിക്സ് കൊടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ തിളയ്ക്കാൻ വിട്ടിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് 3 വറ്റൽമുളക്, അല്പം കറിവേപ്പില, 7-8 ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാനാണ്. ഇത് ഓപ്ഷണലാണ്. തേങ്ങാപ്പാൽ 1/2 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ താളിച്ചൊഴിച്ചു കൊടുക്കാം. മിക്സ് ഒന്നും ചെയ്യാതെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് നമുക്കൊരു മിക്സ് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചന്നാക്കറി റെഡി ആയിട്ടുണ്ട്. ഏതിൻ്റെ കൂടെയും ബ്ലെൻഡായി പോകുന്നൊരു കറിയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്.